ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഇസ്രായേലും മൊസാദും പ്രതിക്കൂട്ടിലാവുകയും മറ്റൊരു യുദ്ധമുഖം തുറക്കുന്ന അവസ്ഥയിലേക്ക് വരെ പശ്ചിമേഷ്യ എത്തി നിന്നിരുന്നു. എന്നാൽ വൈകാരികമായ സമീപനം ഒഴിവാക്കി പക്വതയോടെ പെരുമാറിയ ഇറാന്റെ നിലപാടിൽ താൽക്കാലിക ആശ്വാസം കണക്കാക്കിയെങ്കിലും പകരം ചോദിക്കുമെന്ന ഉറച്ച നിലപാടാണ് ഇറാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു വിമാന അപകട വാർത്ത കൂടി പുറത്തുവരുന്നത്. മലാവി വൈസ് പ്രസിഡന്റ് സൊളോസ് ചിലിമയുമായി പറന്നുയർന്ന വിമാനം അപ്രത്യക്ഷമായെന്നും പിന്നീട് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണുകയുമായിരുന്നു. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര കലാപവുമായി സംഭവത്തിന് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ മുൻ ക്യാബിനറ്റ് മന്ത്രി റാൽഫ് കസാബാരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പുറപ്പെട്ട 9 അംഗ സംഘമാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിമാനത്തിലുണ്ടായിരുന്നത്. തലസ്ഥാനമായ ലീലോങ്ങയിൽ നിന്ന് പറന്നുയർന്ന വിമാനം രാവിലെ 9:17 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. മലാവിയുടെ വടക്കൻ മേഖലയിലുള്ള മസൂസുവിലെ വിമാനത്താവളത്തിൽ നിന്നായിരുന്നു ലക്ഷ്യസ്ഥാനം. സൊളോസ് ചിലീമയും ഭാര്യ മേരി യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റ് പാർട്ടിയിലെ നേതാവുമാണ് അനുഗമിച്ചിരുന്നത്. നീണ്ട തിരച്ചിലിനൊടുവിലാണ് വിമാനം തകർന്നു വീണ സ്ഥലം കണ്ടെത്തിയത്. പിന്നീട് സൊളോസ് ചിലീമ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണവും വരികയായിരുന്നു. 1 മണിക്കൂറത്തെ യാത്രയായിരുന്നു വേണ്ടിയിരുന്നത്. മോശം കാലാവസ്ഥയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. തങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ വിമാനം റാഡറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നുവെന്ന് എയർ ട്രാഫിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൈസ് പ്രസിഡന്റും സംഘവും കൊല്ലപ്പെട്ട വിവരം രാജ്യത്തിന്റെ പ്രസിഡന്റ് ലാസാറസ് ചക്വേരയാണ് അറിയിച്ചത്. ചൊവ്വാഴ്ച രാജ്യത്തോടായി നടത്തിയ പ്രസ്താവനയിലാണ് ദുഃഖകരമായ വാർത്ത അദ്ദേഹം പങ്കുവച്ചത്. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നുമാണ് പ്രസിഡന്റ് അറിയിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചു പോരാൻ പൈലറ്റിന് നിർദ്ദേശം കൊടുത്തതാണെന്നും എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ വിമാനം കാണാതായെന്നും ടെലിവിഷനിലൂടെയുള്ള അഭിസംബോധനയിൽ പ്രസിഡന്റ് ചക്വേര പറയുകയുണ്ടായി. എന്നാൽ ഒരു അട്ടിമറി സാധ്യതയും തള്ളിക്കളയുന്നില്ലെന്നും ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ അന്വേഷണത്തിന് സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.